ആറാം ക്ലാസ്സുകാരിയെ വിൽപ്പനയ്ക്ക് വെച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. മൈസൂരിലാണ് സംഭവം നടന്നത്. കുട്ടിയുടെ രക്ഷിതാക്കളെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. കുട്ടികളെ കാണാതായ കേസുമായി ചേർത്ത് വെച്ചാണ് പരിശോധന നടത്തുന്നത്. 12 വയസ്സുള്ള കുട്ടിയെ വിൽപ്പനയ്ക്ക് വെച്ച സംഭവത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. കുട്ടിയെ ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവരെയും പോലീസുകാർ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഈ കുട്ടി ആരുടേതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. 12കാരി തന്റെ മകളാണെന്ന വ്യാജേനയാണ് ഒരാൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടതും മറ്റുള്ളവരോട് കുട്ടിയെ വേണോ എന്ന് ചോദിക്കുന്നതും. പിന്നീട് ഈ ഒരു സംഭവത്തിൽ ശോഭ എന്ന യുവതി പിടിയിലായിരുന്നു. വീണ്ടും ശോഭയെ ചോദ്യം ചെയ്തപ്പോൾ ഇത് സഹോദരന്റെ കുട്ടിയാണെന്ന് അവർ പറയുകയും ചെയ്തു. കുഞ്ഞിനെ ദത്തെടുത്തതാണെന്ന് പിന്നെയും മാറ്റി മാറ്റി പറഞ്ഞു. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കള്ളങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതേസമയം 20 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത് കുട്ടിയുടെ അച്ഛന്റെ ചികിത്സയ്ക്കാണെന്നും ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല കാരണമെന്ന് പോലീസ് കണ്ടെത്തുകയാണ്. ഇതിന് പിന്നിൽ വമ്പൻ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും യുവതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. മറ്റു കുട്ടികളെ കാണാതായ കേസുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്.